നമസ്കാരം. സഞ്ജു സാംസണിനു ശേഷം ഇന്ത്യൻ കുപ്പായത്തിൽ മലയാളികൾ നെഞ്ചിലേറ്റാൻ മറ്റൊരു ഹീറോ കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നതാണ് എല്ലാവരും പറയുന്നത്. ഹീറോയുടെ പേര് ആരോൺ ജോർജ്. ICCയുടെ Under-19 ഏകദിന ലോകകപ്പ് റെക്കോർഡ് റൺ ചേസിൽ ഇന്ത്യ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ ചുക്കാൻ പിടിച്ചത് ഈ വലം കയ്യൻ ഓപ്പണിംഗ് ബാറ്റർ തന്നെയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ വിശേഷണത്തിൽ ആദ്യം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ടാം സെമിയിൽ 311 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം അഫ്ഗാനിസ്ഥാൻ മുന്നിൽ വച്ചപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ബാക്ക് ഫൂട്ടിലായിരുന്നു എന്ന് പറയാം. എന്നാൽ ബൗളിംഗിലെ ക്ഷീണം ആയുഷ് മാത്രയും സംഘവും ബാറ്റിംഗിൽ തീർത്തപ്പോൾ വെറും 41.1 ഓവറിൽ വിജയത്തിലേക്ക് ഇന്ത്യ കുതിച്ചെത്തുകയായിരുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന കലാശപ്പോരിൽ ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇതിന് ഇന്ത്യ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കോട്ടയംകാരനായ ആരോണിനോട് തന്നെയാണെന്ന് പറയാം. 115 റൺസുമായി മലയാളി താരം ഇന്ത്യൻ ബാറ്റിംഗിലെ നെടും തൂണായി മാറിയിരിക്കുന്നു. 104 ബോളിൽ 15 ഫോറും 2 സിക്സറുകളും ഉൾപ്പെട്ടതാണ് ആരോണിന്റെ ഏറ്റവും പ്രത്യേകപ്പെട്ട ഇന്നിംഗ്സ്. വൈഭവ് സൂര്യവംശി 68 റൺസും നായകൻ മാത്രേ 62 റൺസ് എന്നിവരുടെ 50കളും ജയത്തിൽ നിർണായകമായി മാറി. മികച്ച കൂട്ടുകെട്ടുകളാണ് ഇത്ര വലിയൊരു ടോട്ടൽ വളരെ അനായാസം ചേസ് ചെയ്യാൻ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഓപ്പണിംഗ് വക്കിൽ തന്നെ വൈഭവ് ആരോൺ ജോഡി 90 റൺസ് അടിച്ചെടുത്തു. 57 ബോളിലാണിത്. രണ്ടാം വിക്കറ്റിൽ ആരോണും മാത്രയും 101 ബോളിൽ 114 റൺസ് അടിച്ചെടുത്തു. മാത്രേ പുറത്തായ ശേഷം വിഹാൻ മൽഹോത്രയ്ക്കൊപ്പം ആരോൺ 96 റൺസ് നേടിയതോടെ ഇന്ത്യൻ വിജയം ഉറപ്പായിരുന്നു. ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ വെറും 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 50 ഓവറിൽ 110 റൺസ് എന്ന വലിയ ടോട്ടൽ പടുത്തുയർത്തിയത്. അതിനവരെ സഹായിച്ചതാവട്ടെ 2 കിടിലൻ സെഞ്ചുറികളുമാണ്. 3-4 നമ്പറുകളിൽ ഇറങ്ങിയ ഫൈസൽ ഷിനോസ്ദയും അതുപോലെ ഉസൈറുള്ള നിയാസായിയുമാണ് അവസാനം അഫ്ഗാൻ ബാറ്റിംഗിന് കരുത്തേറിയത്. ഫൈസൽ ഷിനോസ്ദെ 110 റൺസും ഉസൈറുള്ള നിയാസായി 101 റൺസും ഔട്ടാവാതെ നിന്നോടെ ഇവർക്ക് കരുത്ത് ഏറിയെന്ന് പറയാം. 93 ബോളിൽ 15 ഫോറുകൾ ഉൾപ്പെട്ടതാണ് ഷിനോസ്ദയുടെ ഏറ്റവും ബിഗസ്റ്റ് ഇന്നിംഗ്സ്. നിയാസി ആയട്ടെ ശരിക്കും പറഞ്ഞാൽ 86 ബോളിൽ 12 ഫോറും 2 സിക്സറുകളും അടിച്ചു. ഓപ്പണർമാരായി എത്തിയ ഉസ്മാൻ സാദത്ത് 39 റൺസും ഖാലിദ് അഹമ്മദ് സായി 31 റൺസും എന്നിവരും മോശമല്ലാത്ത സംഭാവനകൾ നൽകി അവരെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ അഫ്ഗാൻ 53 റൺസ് എടുത്തിരുന്നു. രണ്ടാം വിക്കറ്റിൽ 64 റൺസും കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ മൂന്നാം വിക്കറ്റിലായിരുന്നു ഇന്ത്യയെ വെള്ളം കുടിപ്പിച്ച വമ്പൻ കൂട്ടുകെട്ട് പിറന്നത്. ഷിനോസ്ത നിയാസായി ജോഡി 148 റൺസ് അടിച്ചെടുത്തു. 130 ബോളുകളിലാണ് ഇത് സംഭവിച്ചത്. അഫ്ഗാൻ 300+ ടോട്ടൽ ഉറപ്പിച്ചതും ഇതോടെയായിരുന്നു. ഇന്ത്യൻ നായകൻ ആയുഷ് മാത്രേ ബൗളർമാരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും ഈ ജോഡി പിരിക്കാനായില്ലായിരുന്നു. അത്രമേൽ എല്ലാവരും വളരെയധികം ഭയാനകമായി നോക്കിയിരുന്ന ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. ഇന്ത്യക്കായി ദീപേഷ് രവീന്ദ്രയും അതുപോലെ തന്നെയും കനിഷ്ക് ചൗഹാനും 2 വീതം വിക്കറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ദീപേഷിന്റെയും അതുപോലെ കനിഷ്കിന്റെയും നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ പ്ലേയിങ് 11നെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആരോൺ ജോർജിനെയും വൈഭവ് സൂര്യവംശിയെയും ആയുഷ് മാത്രയും കുറിച്ച് പറയുമ്പോഴും ഇതുപോലെ തന്നെ വേദാന്ത് ത്രിവേദിയെയും വിഹാൻ മൽഹോത്രയെയും അഭിഗ്യാൻ കുണ്ടുവിനെയും അതുപോലെ തന്നെ RS അംബരീഷിനെയും കനിഷ്ക് ചൗഹാനെയും ഖിലൻ പട്ടേലിനെയും ഹെനിൽ പട്ടേലിനെയും ദിപേഷ് ദേവേന്ദ്രയും ഒന്നും പറയാതിരിക്കാൻ സാധിക്കില്ല. ഇതിൽ അഭിഗ്യാൻ കുണ്ടു വിക്കറ്റ് കീപ്പർ റോളിൽ അസലായി തന്നെ ഇന്ത്യയോടൊപ്പം കരുത്തായി നിന്നുവെന്ന് പറയണം.